വജ്ര രചന ഹിമാനവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ആൾ തിരഞ്ഞെടുത്തവനെന്ന തിരിച്ചറിവ് നൽകിയ സമാധാനവും സമാസമമായി നിന്നു. എല്ലാത്തിനും പുറമെ ആൾക്ക് വേദനിച്ചതിന്റെ കലി തന്നെ മുന്നിട്ട് നിന്നു. മുത്തച്ഛനെ ആ കലിയോടെ തന്നെയാണ് നോക്കിയത്. ആളോടുള്ള സ്നേഹത്തിനു മുമ്പിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും എത്രയോ താഴെയാണ്. പ്രണവിന്റെ ആ നോട്ടത്തെ അതിലും രൂക്ഷമായി നേരിട്ടുകൊണ്ടാണ് ധൃതിയിൽ വന്നയാൾ എബിയിൽ നിന്ന് വജ്രയെ വലിച്ചെടുക്കാൻ നോക്കിയത്. ആ ഒരൊറ്റ നിമിഷത്തിൽ അവന്റെ ഭാവം മാറി. മുഖം വലിഞ്ഞു മുറുകി. ചെന്നിയിലെ ഞരമ്പുകൾ തെളിഞ്ഞു വന്നു. തൊട്ടുപോകരുത്, എന്റെയാ, ഞാൻ അവളുടേതും. എന്നെ തല്ലിക്കോ, പക്ഷേ അവളെ നോവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളാരെയും കൊന്നിട്ടില്ല. ജാതിയും മതവും നോക്കാൻ സ്നേഹിച്ചു പോയി. ആ കാരണം കൊണ്ട് ഇനി ഭൂമി ഉലിഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഡാ, ദാസൻ അലറിക്കൊണ്ടാണ് എബിയെ പിടിച്ച് വലിച്ച് കയ്യോങ്ങിയത്. അടന്നു മാറേണ്ടി വന്ന വജ്ര കരഞ്ഞുകൊണ്ട് എബിയെ എന്ന് വിളിച്ച് അരികിലേക്ക് ചുവട് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും ദാസന്റെ നിൽപ്പ് കണ്ട് പിടിച്ചു കിട്ടിയ പോലെ നിന്നുപോയി. എബിക്ക് നേരെ ഉയർത്തിയ ആളുടെ കൈ ബലമായി പിടിച്ചു വെച്ച് ദേഷ്യം അടക്കിയെടുത്താൻ പാടുവിടുന്ന പ്രണവിനെയാണ് കാണുന്നത്. ചുട്ടുപഴുത്ത ലാവയിൽ നിൽക്കുന്ന പോലെയുള്ള സാഹചര്യത്തിൽ നിന്നും ആ ഒരൊറ്റ കാഴ്ച എബിയുടെ ഉള്ളിൽ ഒരു മഞ്ഞു വീഴ്ചയുണ്ടാക്കി. പ്രണവ്, നിന്നെ ഞാനിപ്പോ കൂടുതൽ സ്നേഹിച്ചു പോകുന്നടാ. വല്ലാത്തൊരു ഗദ്ഗതം തൊണ്ടയിൽ വന്ന് മുറുകി. വജ്രയുടെ മുത്തശ്ശൻ കലയുടെ ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ്. കണ്ടു രസിക്കാനും ആഘോഷിക്കാനും നല്ലൊരു കാഴ്ചയൊരുക്കിയ ആവേശത്തിൽ നാട്ടുകാരും. ദാസൻ അങ്കിൾ ഇത്ര BP കൂട്ടേണ്ട കാര്യമില്ല. കയ്യാങ്കളിയിലേക്ക് കാര്യത്തിക്കുന്നത് ആർക്കും നല്ലതിനാവില്ല. ഈ നെഞ്ചത്ത് പെരുന്നാൾ കൂടാൻ വരുമോ എന്റെ പപ്പ തേവയ്ക്കൽ മാത്യൂസ്? താങ്ങൂല നിങ്ങള്. കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ദാസന്റെ കൈ ബലം പ്രയോഗിച്ചതിനെ താഴ്ത്തി നിർത്തി ശ്വാസം ഒന്ന് നീട്ടിയെടുത്ത് പ്രണവ് മുത്തച്ഛന്റെ അരിയിലേക്ക് ചെന്നിരുന്നു. തന്നെ ദയിപ്പിക്കാൻ പോകുന്ന കലി ആ കണ്ണിൽ ഇളകി മറിയുന്ന കണ്ട് തൊണ്ടയിലൂടെ ഉമിനീരിറങ്ങുന്ന വേഗത കൂടി. ഇങ്ങനെ ഒരു സീൻ ഒഴിവാക്കായിരുന്നു മുത്തശ്ശന്. സമാധാനപരമായിട്ട് നമുക്ക് സംസാരിച്ചൂടെ മുത്തശ്ശ? ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് കേൾക്കണം മുത്തശ്ശൻ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ ഒന്ന് നിർത്തി കണ്ണു നിറഞ്ഞൊഴി. പരസ്പരം നോക്കി നിൽക്കുന്ന വജ്രേബി അവനെ നോക്കി. ഞാൻ എൻ്റെ നാവ് കൊണ്ട് നീ എനിക്കല്ലെന്ന് എന്നേക്കുമായി സമ്മതിക്കാൻ പോവുകയാണ് വജ്ര. 1000 മുള്ളുകൾ കുത്തി ഇറങ്ങുന്നുണ്ട് എൻ്റെ നെഞ്ചിൽ. എന്റെ ജീവനെടുക്കാൻ പാത്തിൽ നെഞ്ചു മുറുകുന്നുണ്ട്. പക്ഷേ നിനക്ക് വേണ്ടി പ്രാണൻ കളയാനും മടിയില്ല എനിക്ക്. ഞാൻ നിന്നെ അത്രയേറെ സ്നേഹിക്കുന്നടി. കണ്ണ് കലങ്ങി ചുവന്നു തുടങ്ങി. ശ്വാസം ഒന്ന് ആഞ്ഞെടുത്തു. അവളവനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റേതായിരിക്കും അവളെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നടക്കൂ. പറഞ്ഞു തീരും മുമ്പേ പ്രണവിന്റെ കോളിൽ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്തിരുന്ന മുത്തശ്ശൻ കൂടെ കൂടി ചതിക്കുകയായിരുന്നല്ലടാ നെറിയില്ലാത്തവനെ. തീരുമാനങ്ങൾ എടുക്കാൻ നീയാരാടാ? നിന്റെ കയ്യിലേക്ക് അവളെ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു നടന്ന എന്റെ മുമ്പിലേക്ക് ഇത്രയും വലിയൊരു ചതിക്ക് കൂട്ടുനിന്ന് പ്രസംഗിച്ച ഈ നിമിഷം നിന്നെ സ്നേഹിച്ച എന്റെ മനസ്സിനെ ഞാനങ്ങ് കൊന്നടാ. അപ്പൊ പിന്നെ കൺമുമ്പിന്ന് ഒരു വാക്ക് ശബ്ദിക്കാൻ പോലും നിനക്ക് അർഹതയില്ല. അരിഞ്ഞു കളയും ഞാൻ ആ നാവ്. മാറിക്കളാ. ആക്രോശിച്ചുകൊണ്ട് ശക്തിയിൽ പ്രണവിനെ പിറകിലേക്ക് തള്ളി അയാൾ കിതച്ചു. മുന്നിലേക്ക് വീണുപോയ പ്രണവിനെ ഓടി വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ എബി അടുത്ത് നിന്നിരുന്ന വജ്രയും മുത്തശ്ശൻ പറഞ്ഞ വാക്കിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുമ്പോൾ പ്രണവ് ഒരുതരം സ്തംഭനാവസ്ഥയിലായിരുന്നു. നെഞ്ചിരിപ്പ് അങ്ങേ തലക്കിലെത്തി നിൽക്കുന്നു. കണ്ണു നിറഞ്ഞു പുകയും പോലെ. എന്താണിപ്പോൾ കേട്ടത്? ആൾക്കായി തന്നെയാണ് കണ്ടെത്തിയതെന്നോ? ആ മനസ്സിൽ ആഗ്രഹം അതായിരുന്നെന്നോ? ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം 7 വർണ്ണങ്ങൾ വിരിഞ്ഞ ആകാശമേറി പറന്ന മനസ്സ് തൊട്ടുപോകരുതെന്റെ ബിയെ എന്ന അലർച്ചയെ ഓർത്തെടുത്ത നിമിഷം ഇടിമിന്നലേറ്റ് ചെറുകരിഞ്ഞ് താഴേക്ക് വീണുപോയി. കണ്ണെത്തി നിന്ന് വജ്രയിലേക്കാണ്. കണ്ണീര് കൊണ്ട് അവന്റെ കാഴ്ച മങ്ങിയിരുന്നെങ്കിലും അവളുടെ മുഖത്തെ കടുത്ത സങ്കടം തെളിഞ്ഞു കാണാൻ അവന് കണ്ണുകൾ വേണ്ടായിരുന്നല്ലോ. ഉള്ളം തേങ്ങിപ്പോയി. എബിയുടെ കൂടി ദൃഷ്ടിയെന്നെത്തി. തീരാ നോവ് കൊണ്ട് ഉലഞ്ഞു പോയിരിക്കുന്ന ആ മനസ്സിന്ന് തിരിച്ചറിയാൻ എളുപ്പമായിരുന്നു. വിട്ടുകൊടുക്കില്ലെന്ന പോലെ വജ്രയുടെ വിരൽ തുമ്പിൽ ചേർന്ന് വിറക്കുന്നുണ്ട് അവന്റെ ചെറുവിരൽ. മനസാന്നിധ്യം വീണ്ടെടുത്ത് മുത്തശ്ശനെ ദയനീയമായും നോക്കുന്നേരം വജ്രയെ വലിച്ച് നീക്കി നിർത്തി അവളുടെ കൈത്തണ്ടയിൽ വേദനിപ്പിക്കും വിധം അമർത്തി പിടിച്ചിരുന്നു മുത്തശ്ശൻ. കണ്ട നസ്രാണികളുടെ കൂടെ വാഴിക്കാനല്ല നിന്നെ ഇതുവരെയൊക്കെ എത്തിച്ചത്. അതും കള്ളും കഞ്ചാവും വിറ്റ് ജീവിക്കുന്ന ഇവനെ പോലൊരു ആഭാസന്റെ കൂടെ. ഈ നാട്ടുകാർ കയ്യോടെ പിടിച്ച് കണ്ടില്ലേ നീ? ഇതൊക്കെ ഇവനെ പോലുള്ളവന്മാർക്ക് നേരം പോക്കാ. ഇതിവിടെ തീരണം, തീർന്നിരിക്കണം. ഇല്ലേ നീ എൻ്റെ മറ്റൊരു മുഖം കാണും. ഇനി അവനെ കാണാനോ മിണ്ടാനോ ശ്രമിച്ച കോളേജ് കൂടെ പിന്നെ നീ കാണില്ല വജ്ര. ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു അയാൾ. എബിയുടെ മുഖം അതിനേക്കാൾ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ അവസാനിപ്പിക്കുന്നതെന്നറിയാതെ ഉടറി നിൽക്കുന്ന പ്രണവും
കമ്മിറ്റി പ്രസിഡന്റും ആ തല്ലുകിട്ടിയവനും മറ്റു ചെക്കന്മാരും പരിഹാസശിരിയോടെ എബിയെ നോക്കി നിൽക്കുകയാണ്. എന്തു വന്നാലും അവന് തല്ലിയിട്ടേ പോവൂ എന്ന പോലെ. അതിന്റെ അച്ഛനും അമ്മയും പറയട്ടെ. വജ്രയുടെ ശൗര്യത്തോടെയുള്ള മറുപടി കേട്ട് എബിയുടെ മുഖത്ത് ആത്മവിശ്വാസത്തിന്റെ ശോഭ പകർന്നു. പക്ഷേ പ്രണവ് വീണ്ടും നെറ്റിൽ വിരലൊരുസി കണ്ണിറുക്കി അടച്ചു തുറന്നു. സിറ്റുവേഷൻ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു വജ്രാനി. വിചാരം ഏതുമില്ലാതെ ദേഷ്യത്തിന് പുറത്ത് അവൾ കാണിക്കുന്ന വാശി ഇനിയൊരു കുട്ടിക്കലാശത്തിലേക്ക് നയിക്കുമെന്ന ബോധ്യമുണ്ടായിരുന്നു അവന്. തൃപ്തിയായല്ലോ ളേച്ചന്. ഞാൻ പറഞ്ഞല്ലേ അവളെ വിശ്വസിക്കരുതെന്ന്. കുടുംബത്തിന്റെ അന്തസ്സി കയറി ആണിയടിച്ചിരടി നേറിയിട്ടോളെ. വജ്രയുടെ മറുപടിയിൽ കലി ഉച്ചസ്ഥായിലെത്തി. കയ്യിലെ സിംഹത്തലയുള്ള സ്റ്റിക്കിൽ കൈഞ്ഞരിച്ചമർത്തിയുന്ന മുത്തശ്ശൻ ഏതെങ്കിലും ചെയ്യും മുന്നേ തന്നെ ദാസൻ അവിടെ കവിളെ താഞ്ഞടിച്ചു. വേച്ചു വീണ് അവളെ താങ്ങി നീക്കി നിർത്തി. ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ദാസനെ പിടിച്ചു വലിച്ച് ഊക്കോടെ തള്ളുമ്പോൾ എബിക്ക് പരിസരബോധം നഷ്ടപ്പെട്ടിരുന്നു. പ്രണവിനെന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പേ അവസരം മുതലാക്കി കൂടി നിൽക്കുന്നവർ എബിയെ പിടിച്ചു തള്ളി. തനിക്ക് കിട്ടിയ തല്ലിന് പകരമായി എബിയുടെ നെറ്റിയിലേക്ക് കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ആഞ്ഞടിച്ചു ആ യുവാവ്. എബി! വിറച്ചു നിന്നിരുന്ന ജനിയും സമനിലിറ്റുന്ന വജ്രയും ഒരുപോലെ വിളിച്ചുപോയി. മുത്തച്ഛന്റെ കൈപ്പിടിയിലേക്ക് വജ്ര എപ്പോഴേക്കും കുരുങ്ങിപ്പോയിരുന്നു. നാട്ടുകാർ കൈവെക്കുന്ന എബിയിലേക്ക് നോക്കി അവൾ കരഞ്ഞുകൊണ്ട് കുതിറി. ഒന്നും ചെയ്യാനാവില്ലായിരുന്നു. അയാൾ ഉടുമ്പ് പിടിച്ച കണക്കെ അതിശക്തമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എബിക്ക് നേരെ എത്തുന്ന ഓരോ അടിയും തന്നാലാവും വിധം പ്രണവ് പ്രതിരോധിക്കുമ്പോൾ അവന്റെ ശരീരത്തിലും ക്ഷതങ്ങൾ ഏറ്റുകൊണ്ടിരുന്നു. എബി ആവട്ടെ പ്രണവിനെ രക്ഷപ്പെടുത്താൻ അവനെ ചേർത്ത് പിടിച്ച് കവചമായി നിന്ന് തല്ലുന്നവർക്കിട്ട് തിരിച്ചും കൊടുക്കുന്നുണ്ട്. ജെനി കരഞ്ഞുകൊണ്ടായിരുന്നെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. എബിയുടെ ചുണ്ടിലൂടെ ഒഴുകുന്ന ചോര കണ്ട് വജ്ര സകല ശക്തിയുമെടുത്ത് കുതിറുമ്പോൾ ദാസനും മുത്തശ്ശനും ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന പോലെ പിടിച്ചു വെക്കുന്നു. ക്ഷേത്ര പരിസരം കയ്യാങ്കളിൽ പൊടി വർത്തി തുടങ്ങി. വിവരമറിഞ്ഞ് ഓടിയ തേബിയുടെ ഇളച്ചന്മാർക്കൊപ്പം അങ്ങേയറ്റത്തെ രോഷം കൊണ്ട് വിറക്കുന്ന മാത്യൂസും തന്റെ പൊന്നുമോന്റെ ശരീരത്തിൽ പൊടിഞ്ഞ ചോര അയാളുടെ സർവ്വ നിയന്ത്രണവും ഇല്ലാതാക്കി. കൂട്ടത്തല്ലിൽ നിന്നും എബിയെ പിടിച്ചെടുത്ത് മാത്യൂസ് നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ എബിയുടെ ഇടങ്ങയിൽ പ്രണവിനെ കൂടിയാൻ വലിച്ചു പിടിച്ചിരുന്നു. അങ്ങോട്ട് കൊടുത്ത പോലെ ഇരുവർക്കും അത്യാവശ്യം നന്നായി കൊണ്ടിട്ടുണ്ട്. എബി എന്ന് വിളിച്ച് കരഞ്ഞ വജ്രയുടെ മുഖത്ത് ഒരിക്കൽ കൂടി മുത്തശ്ശന്റെ കൈ പതഞ്ഞതും കിതച്ചു നിന്നെടുത്ത് എബി കലിയോടെ കുതിരി ആൾക്കരികിലേക്ക് അവൻ ഓടാനാഞ്ഞതും മാത്യൂസും പ്രണവ് അവനെ പിടിച്ചു വെച്ചു. ഗത്യന്തരമില്ലാതെയാണ് അവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ദേഷ്യം കൊണ്ട് അത്രയ്ക്ക് കണ്ണു കാണാതെയാണ് അവൻ കുതിരി നിൽക്കുന്നത്. തടഞ്ഞേ പറ്റൂ എന്ന് മാത്യൂസിനും പ്രണവിനും നല്ല ബോധ്യമുണ്ട്. വിടുവപ്പാ, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇനി അവളെ അയാളെ തൊട്ടാ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. എബിൻ പറയുന്ന കേൾക്ക്. നിന്റെ പേരിൽ ഇപ്പോഴും കേസ് കൂടി വന്നൂടാ. അടങ്ങി നിൽക്കി എന്റെ കയ്യാവും നിന്റെ മേലെ വീഴ. പറയുന്ന കേൾക്കാൻ. പ്രണവ് എബിയേക്കാൾ കൂടുതൽ ഒച്ചയെടുക്കുന്നുണ്ട്. മാത്യൂസ് അതുപോലെ തന്നെ അവനെ തടയുന്നുണ്ട്. വജ്രയുടെ തളർന്ന മുഖം കാണെ പ്രണവിന്റെ നെഞ്ച് പൊളിയും പോലെ അവന് തോന്നിയെങ്കിലും ഈ സിറ്റുവേഷൻ എങ്കിലും അവസാനിപ്പിച്ചേ മതിയാവും എന്ന വ്യഗ്രതയായിരുന്നു അവന്. ലോകിടിഞ്ഞു വീണാലും എന്റെ അവള് ഞങ്ങളെ പിരിക്കാവുന്ന ഒരാളും കരുതണ്ട. കിടന്ന് കുതിരി അലറിയ നേരത്ത് എബിയുടെ കൈ ചൂടറിഞ്ഞൊരുത്തിന് നേരെ ദാസന്റെ കണ്ണു പതിഞ്ഞു. മൗനമായി അയാൾ പറഞ്ഞു മനസ്സിലാക്കിയെന്നോണം ഗൂഢമായി ചിരിച്ചവൻ താഴെ കിടന്ന കരിങ്കല്ല് കയ്യിലെടുത്തു. ഉന്നം പിഴച്ചില്ല. എബി! വജ്രയുടെ നിലവിളി ഉയർന്നു. നെറ്റിയിൽ പൊത്തിപ്പിടിച്ച അവന്റെ കൈകൾക്കിടയിലൂടെ ചോര ഒഴുകുന്ന കണ്ട് നിയന്ത്രണം വിട്ടവൾ അലറി. പ്രണവ് പരിഭ്രാന്തിയോട് അവനെ ചേർത്ത് പിടിക്കുന്ന നേരത്ത് മാത്യൂസ് ആ എറിഞ്ഞവനെ തേടി പിടിച്ച് കവിളത്ത് ആഞ്ഞടിക്കുകയായിരുന്നു. എബിക്ക് തല കറങ്ങും പോലെ തോന്നി. തളർന്നു വീഴുമെന്ന് ഭയന്നതിനൊപ്പം തന്നിലേക്ക് എത്താൻ വേണ്ടി നിലവിളിക്കുന്ന വജ്രയുടെ ചുണ്ടിൽ നിന്നൊഴുകുന്ന ചോര അവന് നെഞ്ചിലെ താളം കൂടുതൽ ഉലച്ചു. പ്രണവിന്റെ കയ്യിൽ നിന്ന് ഊർന്നു വീഴാൻ തുടങ്ങിയ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച ആ രൂപത്തെ കണ്ട് പാതിയടഞ്ഞു പോയ എബിയുടെ കണ്ണുകൾ തളർച്ചയിൽ നിന്ന് പൂർവാധികം ശക്തിയോടെ വിടർന്നു നിന്നു. കുഞ്ഞമ്മാവൻ! തളർന്ന ശബ്ദത്തിൽ അവൻ ആ പേര് വിളിച്ചു. ആർദ്രമായ നോട്ടത്തോടെ അയാൾ അവന്റെ കവിളിലും തട്ടി. എബിയുടെ മുഖമാകെ ആ കണ്ണുകൾ ഓടി നടന്നു. തന്റെ ചേച്ചി ചിത്രയുടെ നിറഞ്ഞ കണ്ണുകൾ ഓർമ്മ വന്നു. ഒരു നിമിഷത്തെ വീണ്ടെടുക്കലിൽ അയാൾ ചുറ്റും നോക്കിയെന്ന് അലറി. മാളിയേക്കൽ ആദിത്യന്റെ ശബ്ദത്തിൽ പരിസരം ശാന്തമായതിൽ പ്രണവിന് എബിക്ക് അതിശയം തോന്നിയില്ല. അത്രയേറെ സ്വാധീനം ആ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ നാട്ടുകാർക്കിടയിൽ അയാൾക്കുണ്ട്. മാത്യൂസും സഹോദരങ്ങളും ഞെട്ടിൽ നിന്ന് മുക്തരായിട്ടില്ല. വർഷങ്ങളായി മുഖം തന്നിട്ടില്ലാത്തവനാണ്. കല്യാണ തലേന്ന് ചിത്രയുടെ കൈ പിടിച്ച് അവളുടെ തറവാട്ടിൽ നിന്നിറങ്ങുമ്പോൾ കലിതുള്ളിയ കണ്ണിൽ കണ്ണീര് നിറച്ച് തന്റെ കോളിൽ കുത്തിപ്പിടിച്ച് തന്നേക്കാൾ ഇളയവനായ അവൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർത്തെടുത്തു. പൊറുക്കില്ലടാ ഞാനിത്. ഏങ്ങി കരഞ്ഞ ചിത്രയുടെ അടുത്തേക്കും വന്നു നിന്നു. ഇവിടെ തീർന്നു ഈ ജന്മത്തെ ബന്ധം. നേർക്കുനേർ അന്ന് തൊട്ട് ഇന്നുവരെ നിന്നിട്ടില്ല. പിന്നെ ഓർമ്മകളിൽ നിന്ന് മടങ്ങിയെത്തവേ എബിയുടെ അടുത്തേക്ക് ഓടിച്ചു നിന്നു മാത്യൂസ്. അവന്റെ അവസ്ഥ കണ്ട് നിറഞ്ഞ കണ്ണുകൾ ശാസന ഭേദിച്ച് നീരൊഴുക്കി വിട്ടു. ആദിത്യൻ മാത്യൂസിനെ നോക്കാതെ എബി അയാളെ ഏൽപ്പിച്ച് കൂട്ടത്തിന് മുന്നിലേക്ക് ചെന്ന് നിന്നു. ഇനി ഒരൊറ്റ എണ്ണ അവിടെ നിൽക്കരുത്. പോലീസിനെ വിളിക്കും ഞാൻ.
കമ്മിറ്റി പ്രസിഡന്റ് ആണെന്നോ തലമൂത്ത കാർന്നോരാണെന്നോ ഞാൻ നോക്കില്ല. പ്രസിഡന്റും വജ്രയുടെ മുത്തശ്ശനും ദാസനും അമർഷത്തോടെ അയാളെ നോക്കി. തങ്ങളൊക്കെയാണ് അയാൾ ഉദ്ദേശിച്ചെന്ന് വ്യക്തമാണല്ലോ. മറുത്തൊന്നും പറയാതെ വജ്രയെ വലിച്ച് കാറിലേക്ക് ഓടുമ്പോൾ എബി എന്നവൾ തേങ്ങളോട് വിളിച്ചിരുന്നു. അവന്റെ രക്തം കണ്ട് പാതി ചത്ത പോലെയായിരുന്നു അപ്പോഴേക്കും. ആ വിളി കേട്ട് തളർച്ചയിലും ആൾക്കരിയിലേക്ക് നടക്കാൻ തുനിഞ്ഞ അവനെ പ്രണവ് തടഞ്ഞു. പോ, ഞാനുണ്ട്. അവൾ ആഗ്രഹിക്കുന്ന നടത്താൻ എനിക്കറിയാം. സമയം താ എനിക്ക്. മാത്യൂസിനൊപ്പം എബിയെ നിർബന്ധിച്ച് കാറിൽ കയറ്റിയിരുത്തി പ്രണവ്. നിറഞ്ഞ കണ്ണോടെ എബി അവനെ നോക്കിയിരുന്നു അല്പനേരം. തന്റെ മുഖത്തേക്ക് നോക്കാതെ അലസമായി നിൽക്കുന്നവനെ നോക്കി നേർമയോടെ ചിരിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ശേഷം ഒറ്റയ്ക്ക് അവിടെ പിന്തിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞമ്മാവിലേക്കും. മാത്യൂസിന്റെ കണ്ണുകളും അവിടെ തന്നെയായിരുന്നു. ഉള്ളിൽ തിങ്ങുന്ന പറഞ്ഞറിയിക്കാനാവാത്ത വികാരങ്ങളിൽ നോവേറ്റ് മാത്യൂസ് കാറ് മുന്നോട്ടെടുത്തു. പേടിച്ചുറച്ചെന്ന ജനിയെ പ്രണവും നോക്കി. കുട്ടി പോകുന്നില്ലേ? ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മറുപടിയൊന്നും പറയാതെ വഴിയിലേക്ക് നടന്നു. ശ്രീകോവിലിന് നേരെ പ്രണവും നോക്കി. കണ്ണു തുളുമ്പി ഒഴുകിയത് അമർത്തി തുടച്ചു. ഇനിയൊരു യുദ്ധം തന്നെ ഉണ്ടാവുമെന്നറിയാം. എല്ലാത്തിനും അവസാനം എനിക്ക് അവിടെ ചിരി കാണണം. എൻ്റെ ജീവനാണതിന് നിനക്കുള്ള കാണിക്ക, എൻ്റെ ആയുസ്. അപ്പൊ നിനക്ക് ചതിക്കാനാവില്ല അല്ലേ? മറുപടി എന്ന പോലെ ക്ഷേത്രവാതിൽ തുറക്കു മുന്നേ മുഴങ്ങാറുള്ള മണി മുഴങ്ങി. അവനൊന്ന് ചിരിച്ചു. വേദന തിങ്ങിയ ചിരി. നീ എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നല്ലേ ദേവ? അങ്ങോട്ടുള്ള ക്ഷണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ വേദനയോടെ. അച്ഛാ, ഇടർച്ചയോടെ വിനിപ്പിക്കൊണ്ട് വിളിക്കുമ്പോൾ ഇത്ര നേരമായിട്ടും തന്നെ മുഖത്തേക്കൊന്നും നോക്കിയിരുന്നില്ലല്ലോ എന്ന തീവ്രമായ സങ്കടം കൊണ്ട് നെഞ്ചാകെ വലിഞ്ഞു മുറുകും പോലെ തോന്നിയവൾക്ക്. ഓഫീസ് സംബന്ധമായൊരു വിസിറ്റിങ്ങിന് പോയിരിക്കായിരുന്നു അച്ഛൻ കഴിഞ്ഞ ദിവസം. വന്നിട്ട് അരമണിക്കൂറായിട്ടേ ഉള്ളൂ. മുത്തശ്ശനും ചീറ്റപ്പനും കാറിൽ നിന്ന് വലിച്ചിറക്കി വീടിനുള്ളിലേക്ക് അയറ്റുമ്പോൾ അന്താളിച്ച് നിന്നുപോയ അമ്മയോട് അതുവരെ അടക്കി പിടിച്ച കലിയോടെ നടന്നൊക്കെയും വിളിച്ചു പറഞ്ഞ് മുത്തശ്ശൻ സംഹാരൂപം കൈവരിച്ചിരുന്നു. എരിതിയിൽ എണ്ണയൊഴിക്കും പോലെ അമ്മയും അച്ഛനെയും വളർത്തുദോഷത്തിന്റെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ട് ചിറ്റപ്പനും. അന്നേരം അമ്മ നിറകണ്ണുകളോടെ നോക്കിയ ആ നോട്ടം താങ്ങാനാവാതെ എന്റെ ഹൃദയം കിതച്ചുപോയി. സത്യമാണോ എന്ന ചോദ്യം ആ കണ്ണുകളിൽ തിളച്ചപ്പോൾ ഒന്നും പറയാനാവാതെ ആ ചുമലിലേക്ക് ചേർന്ന് വരിഞ്ഞു മുറുക്കി തേങ്ങിയപ്പോൾ തിരികെ പുണരാൻ ആ കൈകൾ ഉയർന്നില്ല. ഏത് പ്രതിസന്ധിയിലും എന്ത് നൊമ്പരങ്ങൾക്കും മരുന്നായി ആ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നതാണ്. എന്നാൽ ഇന്ന് പരസ്യമായി അപമാനിക്കപ്പെട്ട് ചത്തി ജീവിച്ച പോലെ തളർന്നു നിൽക്കുകയാണ് ഞാനെന്നറിഞ്ഞിട്ടും ആശ്വസിപ്പിക്കാൻ മുതിരാതെ അറച്ചു നിൽക്കുന്ന ആ കൈകളിലേക്ക് നോക്കുമ്പോൾ തീയിൽ ചവിട്ടുന്ന പ്രതീതിയാണ്. അടർന്നു മാറി കരഞ്ഞുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് വാൽക്കിലേക്ക് എത്തി നിൽക്കുന്ന അമ്മയുടെ കണ്ണുകൾ കാണുന്നത്. ഒരുതരം മരയിപ്പ് പടർന്ന പോലെയുള്ള ആ ദൃഷ്ടിയെ പിന്തുടർന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്ന അന്തരീക്ഷത്തിന്റെ ഭാവം അളക്കാനാവാതെ ആശങ്കയോടെ നിൽക്കുന്ന അച്ഛനെയാണ്. എന്താ എന്താ മോളെ, എന്താ വാണി? മുത്തശ്ശനെയും ചിറ്റപ്പനെയും കൂടി നോക്കി എനിക്കും അമ്മയ്ക്കും അരികിലേക്ക് വേവലാതിയോടെ നടന്നെടുത്ത അച്ഛൻ തൊട്ടടുത്ത നിമിഷം മുത്തശ്ശന്റെ ആക്രോശം കേട്ട് പിടിച്ചു കിട്ടിയ പോലെ നിന്നു. മകൾക്ക് ക്രിസ്ത്യാനി ചക്കനെ തന്നെ വേണത്രേ. നാട്ടുകാര് മുഴുവൻ കേൾക്കെ വിളിച്ചു പറഞ്ഞു, നിന്റെ സീമന്ത പുത്രി. ഞെട്ടിത്തരിച്ച് നെറ്റി ഒളിച്ചെന്നെ നോക്കി ആ നിമിഷം നിർത്താതെ പെയ്തിരുന്ന കണ്ണുകൾ പിടച്ചുകൊണ്ട് ദയനീയമായി ഞാൻ നോക്കി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങും മുമ്പേ ചിറ്റപ്പൻ വിഴുപ്പലക്കാൻ തുടങ്ങിയിരുന്നു. മുത്തശ്ശന്റെ കണ്ണിലെ ദേഷ്യവും രോഷവും വെറുപ്പും അയാൾ പറഞ്ഞത് ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തി. ഇതിനോടകം നാട് മുഴുവൻ തന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അടിച്ചിറക്കിയെന്നും തറവാടിന്റെ അന്തസ്സ് കളഞ്ഞു വിളിച്ചെന്നും അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്റെ റോൾ നമ്പറും ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ നാട്ടുകാരെന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ച് നാക്കിയെടുത്ത് വായിലേക്കിടും മുമ്പേ ഹാളിൽ നിന്ന് ഫ്ലവർ വൈസ് നിലത്തുടഞ്ഞ് വീണിരുന്നു. കത്തിക്കേറി നിന്ന ചിറ്റപ്പനും അരിശം കൊണ്ടനെ അടിച്ചു മതിയായില്ലാത്ത പോലെ തരിച്ചെന്ന മുത്തശ്ശനും ആ സെക്കൻഡിൽ സ്തബ്ധരായി നിന്നുപോയി. ഞാനും കാണുകയായിരുന്നു ആദ്യമായി രൗദ്രഭാവം പൂണ്ട അച്ഛനെ. ചിറ്റപ്പനെ നോക്കി ചൂണ്ടുവിരലുയർത്തി വാൺ ചെയ്ത അച്ഛനെ കാണുകെ മനസ്സിലുണ്ടായ തണുപ്പോ ആശ്വാസവും നൈമിഷികമായിരുന്നു. വന്നു കയറിയപ്പോൾ നോക്കിയ നോട്ടമല്ലാതെ അച്ഛന്റെ കണ്ണുകൾ പിന്നെ എന്നെ തേടിയെത്തിയിട്ടില്ല. എന്റെ മകൾ എന്താണെന്നും എങ്ങനെയാണെന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഇനി ഒരക്ഷരം എന്റെ മകളെ കുറിച്ച് വേണ്ടാതീനം പറയാൻ നിന്റെ നാവുയർന്ന ദാസാ. അച്ഛന്റെ ഗർജനമായിരുന്നത്. ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ചിറ്റപ്പൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയും ഭയന്നും പോയതുകൊണ്ട് മുഖത്ത് പ്രകടമാകാതിരിക്കാൻ മാക്സിമം ശ്രമിച്ച് അമർഷം കാണിച്ച് മുഖം വിട്ടിച്ചു. ജതിൻ, ദാസിന് നേരെ ഉയർന്ന വിരൽ തനിക്കൂടിയുള്ള ശാസനയാണെന്ന് മനസ്സിലാക്കിയുകൊണ്ട് മുത്തശ്ശന്റെ ശബ്ദത്തിന് വല്ലാത്ത മൂർച്ചയുണ്ടായിരുന്നു. എന്നാൽ ആ ശബ്ദത്തിനേക്കാൾ രൂക്ഷമായി അച്ഛന്റെ നോട്ട് ആ മുഖത്തേക്ക് വന്നു നിന്നു. അച്ഛൻ ഇനി ഒരക്ഷരം മിണ്ടരുത്. സമാധാനത്തോടെ വളരെ പക്വതയോടെ സ്വകാര്യമായിട്ട് സംസാരിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യത്തെ മറ്റുള്ളവരുടെ കുറ്റം കുറവും കണ്ടുപിടിച്ച് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുന്ന പോലെ വിരളി പിടിച്ചടക്കുന്ന ഇവനെ പോലൊരുത്തിനൊപ്പം ചേർന്ന് നാട്ടുകാർ മുഴുവൻ കേൾക്കെ പറഞ്ഞു വഷളാക്കിയപ്പോ സമാധാനം കിട്ടിയോ? തറവാളിന്റെ അന്തസ്വാഭിമാനം നെറുകി ചുമന്ന് നടക്കുന്ന അച്ഛന് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചെന്റെ മോളെ അരാസ് ചെയ്തപ്പോ അഭിമാനവും തറവാട്ടുമായും ഒക്കെ കൊട്ടക്കണക്കിന് ആരെങ്കിലും വീണ്ടും ചൊരിഞ്ഞിട്ടാന്നോ?
അന്ന് ആദ്യമായി തനിക്ക് നേരെ ഉയർന്ന മകന്റെ അതിശക്തമായ വാക്കുകൾ അദ്ദേഹത്തിനുണ്ടാക്കിയ നടുക്കം ചെറുതായിരുന്നില്ല. അമ്മയും താനും വിറച്ചുപോയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ നാട്ടിൽ വെച്ച് അമ്മയുടെ ബന്ധുക്കൾക്ക് മുമ്പിലാണ് ഇങ്ങനെ രൂപം കൂടി അച്ഛനുണ്ടെന്ന് മനസ്സിലായത്. അത്രയും കൈവിട്ടു പോകുമ്പോൾ മാത്രം സടകുടഞ്ഞെഴുന്നേൽക്കുന്ന വ്യക്തി. ഇപ്പൊ എവിടുന്നാ അച്ഛന് ഇത്രയ്ക്ക് ഉത്തരവാദിത്വ ബോധം വന്ന്? എനിക്ക് തെറ്റും ശരിയും വഴികളിച്ചേരാൻ ആഗ്രഹിച്ച സമയത്തൊന്നും ഞാൻ ആരെയും കണ്ടിട്ടില്ല. അമ്മ മരിച്ചപ്പോ തീർത്ഥാടനോ യാത്രകളും പറഞ്ഞ് മുത്തശ്ശിയുടെ കയ്യിലേക്ക് എന്നെ ഇട്ട് കൊടുത്തുപോയ അച്ഛന് എന്റെയോ എന്റെ മകളുടെയോ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ അവകാശമില്ല. മുത്തശ്ശന്റെ നാവിറങ്ങിപ്പോയിരുന്നു. ആ കണ്ണുകളിൽ നീർത്തിളക്കത്തോടൊപ്പം ജീവിച്ച ജീവിതം ചോദ്യം ചെയ്യപ്പെട്ടതിന്റെ നടുക്കവും തെളിഞ്ഞു കണ്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.